അല്ല, എന്നാലും ഒരു മൂല തള്ളിയിട്ടും ഒരു മൂല ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടിട്ട് ഈ മിറർ. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളെ റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സിങ്കി വരുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് റൂം കളറാക്കണല്ലോ, മണവാളന്റെ റൂം. അപ്പം ഈ റൂം എന്തൊക്കെയാണ് ഞാൻ ഒരു 5 ദിവസം കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. റെഡി അല്ലേ? അല്ല, നിങ്ങളും കാണാൻ റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? തുറക്കാൻ പോവാൻ കേട്ടോ. സെലിക്ക ഈ റെഡി അല്ലേ? റെഡിയാണ്. അത് ഞാനൊന്ന് കാണട്ടെ. ഓ, ഈ ലൈറ്റ് കൂടി ഒന്നും കൂടി വന്നപ്പോഴേ വല്ലാത്തൊരു കളറ്. ഓ, ഇതൊക്കെ അടുക്ക്. ഇതൊക്കെ കണ്ട സിങ്കി നെട്ടു. ഉറപ്പാണ്. 5 ദിവസം കൊണ്ട് അത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. 5 ദിവസം കൊണ്ട് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഇടയിൽ കൂടെ കാണുന്നുണ്ടാവും. 5 ദിവസം കൊണ്ട് സെറ്റ് ചെയ്തതാണ്. അപ്പൊ എന്നെ കൊണ്ട് 5 ദിവസം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. വരി, ഇതാ പണ്ടത്തെ കോലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഈ റൂമിന്റെ കോലം തരുന്നു എന്നുള്ളത്. സോ എന്തൊക്കെയാ നമ്മൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ, കമോൺ എവരിബഡി. ഈ ബാക്കിലെ വാൾപേപ്പർ വന്നപ്പോ തന്നെ ഈ ബെഡ് ആദ്യത്തെ നിങ്ങൾക്ക് അറിയാലോ ബാക്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ള അവസ്ഥ. അപ്പൊ വാൾപേപ്പർ വന്നപ്പോ തന്നെ ഈ റൂം ആകെ മാറി അല്ലേ? ഒറ്റയ്ക്ക് ഹൈലൈറ്റ് ആയില്ലടാ. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ എന്ത് ലോ ഫ്ലോർ കട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലോ ഫ്ലോർ കട്ടിൽ ചെയ്തപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു ലൈറ്റ് കൊടുത്ത് അല്ലേ? പിന്നെ ഇവിടെ ചെയ്തപ്പോ ബാക്കി വന്ന വാൾപേപ്പർ വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ മിററിന്റെ ബാക്കിൽ ഇങ്ങോട്ട് വാ കാണുന്നുണ്ടോ? ആ മിററിന്റെ ബാക്കിൽ ചെയ്ത് ഇതൊരു ഫുൾ സൈസ് ആണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ മിറർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, അതവിടേക്ക്. അപ്പൊ ഇതാ ബാക്കി വന്നത് ഇവിടത്തേക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെയും കുറെ പൈസ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് അവിടത്തേക്ക് ഒപ്പിച്ച് ഇവിടുത്തെ ബാക്കി വെച്ചിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ ലൈറ്റുകൾ കണ്ടില്ലേ? LED വെച്ചതിനെ കൊണ്ട് നമുക്ക് എന്തായി ഒരു തീ കത്തുന്ന എഫക്റ്റ് ബാക്കിൽ വന്നില്ലേ? നോക്കിയാ ആ തീ കത്തുന്ന കാണിച്ചു കൊടുത്ത് കാണില്ല, ക്യാമറയിൽ കാണില്ല. പിന്നെ നമ്മൾ കിടക്കുമ്പോ ബെഡിൽ കിടക്കുമ്പോ എന്തായാലും ഒറ്റക്ക് കിടക്കുമ്പോ സീനില്ലടാ. ഒറ്റക്ക് കിടക്കണേൽ സീനില്ല. പക്ഷെ ഒരാൾ കൂടി വരുമ്പോ ചൂട് കൂടും റൂമില്. അപ്പൊ അതിന് AC ഉണ്ടാ, AC നമ്മൾ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ആ തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ. അതെ, 5 സ്റ്റാർ ആണ്. കാരണം എപ്പോഴും AC ഇടണമെന്നുണ്ടെങ്കിൽ കറണ്ട് ലാഭിക്കണമല്ലോ. ലാഭമാണ് നമ്മളെ മെയിൻ ലക്ഷ്യം അല്ലേ? ജീവിതത്തിന്റെ ഓരോരോ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് അത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് സിങ്കിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മേക്കപ്പ്. അതാണ് ഓളെ മെയിൻ. അപ്പൊ മേക്കപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓൾക്കൊരു ടേബിൾ നമ്മൾ ഒരുക്കണം. അതിതാ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്ര ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ട്. നിങ്ങൾ തന്നെ പറ, കമന്റിൽ പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ചിലർ പറഞ്ഞു ഓർക്ക് ഇഷ്ടമായില്ല എന്ന്, റാശിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ബെഡിൽ കിടന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഇതിൽ ഓളെ സാധനങ്ങൾ വെക്കാം. പിന്നെ ഇതാ ഓളെ ബ്രഷൊക്കെ വെക്കാനുള്ള മറ്റേ വാനിറ്റി എന്തോന്ന് പറയും ഇതിന്, വാനിറ്റി എന്തോ. പിന്നെ വാനിറ്റി മിറർ ഉണ്ട്. ഇത് അൺഷേപ്പ് ആട്ടോ. കുറച്ച് ഞാൻ ഇത് ബാക്കോട്ട് കിട്ടി കാണിച്ചതാ. അത് നിങ്ങൾ നോക്കി നോക്കിയേ. അല്ല, എന്നാലും ഒരു മൂല തള്ളിയിട്ടും ഒരു മൂല ഇങ്ങനെ. അതൊരു വല്ലാത്തൊരു ഇതാണ്. അതേപോലെ തന്നെ പല മോഡുണ്ട് കേട്ടോ. അതായത് ഇത് വാമ്, ഇത് പോയിട്ട്, ഇത് വൈറ്റ്, ഇത് ഡബിൾ കളർ, രണ്ടും കൂടി ഉള്ള കളർ. അതാകുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഈ ഒന്ന് ഇവിടെ കാണിച്ചതായിരിക്കാം. പറ്റില്ല, നമ്മളൊരു വീഡിയോ ഒരു മേക്കപ്പിന്റെ സ്വന്തം വീഡിയോ. പിന്നെ കല്യാണത്തിന് വലിയൊരു സർപ്രൈസ് സംഭവങ്ങളുണ്ട്. 2-3-4 സർപ്രൈസ് സാധനങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ഒരു സാധനമാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ സംഭവങ്ങൾ. പിന്നെ ഇവിടെ വന്നിട്ട് പലതും ഉണ്ട് നമുക്ക്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. അരിപ്രശ്നാണ് പ്ലീസ് അല്ലേ? പ്രാങ്ക് നമ്മളെ മെയിൻ. അത് ഈ പറയണ്ട, അത് ഇൻബിൽട്ടാ. നമ്മളെടുത്താൽ ഫ്രീ ആണത്. ഓക്കെ, അപ്പൊ നോക്ക് ഈ സാധനം എങ്ങനെയുണ്ട്. നിങ്ങൾ ഈ കണ്ണാടി എന്റേതായ ഇഷ്ടത്തിന് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇവിടെ ഈ ഒരു ഷേപ്പ് ഉണ്ടായിരുന്ന സാധനം ഞാൻ കണ്ടത്. അപ്പൊ അതിലേക്ക് ഞാൻ ഓരോ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ പോലെ കുറച്ചുകൂടി ലൈറ്റ് ഉള്ള സാധനം ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സ്പെഷ്യലായിട്ട് ഒരു ചെയ്തു തന്നു. പിന്നെ അതുപോലെ തന്നെ അതാ ഈ സംഭവങ്ങൾ ഇതിലുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഇടയ്ക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നടാ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സെലീക്കും റാശിക്കൂടി ഇന്നലെ പോയി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നല്ല രസമില്ല?
ഇതിനുള്ള മാർക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. എനിക്ക് വല്ല ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ റൂം ആയതിനെ കൊണ്ട് അത് വെച്ചപ്പോ അതിനൊരു ഭംഗി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഉള്ളതാടാ, ഓൾറെഡി നമ്മൾ മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം ഇത് കണ്ടോ, ഇത് പിന്നെ ചെയ്തതാട്ടോ. അതായത് ഈ ഒരു സുന എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്ത അതേ സാധനം തന്നെ ഇവിടെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇവിടെ പാനലിങ് ചെയ്യണം എന്നുണ്ടായി, ഇവിടെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ പണിക്കാരൻ പറഞ്ഞു 4 ദിവസം കൊണ്ട് ആശാരിമാരല്ലേ, അപ്പൊ എന്നാലും മൂപ്പരെ കിട്ടിയത് അൽഹംദുലില്ലാ എന്ന് പറയാം. അതെ, ഹൈറ്. അതെ, ഇത് മൂപ്പര് വന്ന് വൃത്തിയാക്കിയത് നല്ല അടിപൊളിയായിട്ട് ഇതേ കളറിനനുസരിച്ചുള്ള ഇതിനെ സെറ്റ് ചെയ്തത്. ഇത് കട്ടിലിന്റെ അതേ കളറിന് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തത്, നല്ല വൃത്തിയിലും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ആകെ ഒരു സംഭവം വന്നത് ഇത് മാത്രമേ ഉള്ളൂ, കർട്ടന്റെ ആളെ ഞാൻ എന്റെ ഈ ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോയത് കർട്ടനാ. 5 ദിവസം കൊണ്ട് കല്യാണം ഇമ്പോസിബിൾ ആട്ടോ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആക്കി തന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയി പോയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒരു സാധനമാണിത്. ഈ കർട്ടൻ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ ഇന്നലെ രാത്രി ഓടി വന്ന് ചെയ്തെന്നാണ്. ഇതിൽ ആകെ ഒരു പ്രശ്നം എന്താ അറിയോ, ഭയങ്കര ഇസ്ലാമിക് ആയിട്ടുള്ള കർട്ടനാണ്. അതായത് നെരിയാണിക്ക് മുകളിലാണ്. ഏത് കുറച്ചടുത്തേക്ക് വന്ന് നെരിയാണിക്ക് മുകളിലാണ്. കാരണം കുറച്ച് ഇഞ്ച് കുറവായി പോയി. അതും വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ അളവെടുത്ത് കൊടുത്താണ്. പക്ഷെ അളവിന്റെ അതല്ല വന്നത്, അതിൽ കുറവുണ്ട്. അത് ഓരോ കൊണ്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യിപ്പിക്കാം, റെഡി ആക്കിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ മറയ്ക്കും എന്നുള്ള ഒരു ഐഡിയയിലാണ്. ഒരു ഐഡിയയും കിട്ടാത്തതിനോട് അങ്ങനെ ഇട്ടു. പിന്നെ ഇത് അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു, അത് എപ്പുറം കൊണ്ടുവന്ന് വെച്ച്. പിന്നെ ഒരു ചെടി വാങ്ങാനൊന്നും ടൈമില്ല. സോ ഫൈനലി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല, ഒരു ബൾബ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് 1 സൈഡ് സെറ്റ് ചെയ്യണം എന്നായിരുന്നു എന്റെ ഇഷ്ടം. റാശി പറഞ്ഞു 1 സൈഡ് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ബാക്ക് പോയേ. 1 സൈഡ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. 2 സൈഡ് സെറ്റ് ചെയ്യാനാണ് റാശി പറഞ്ഞത്. പക്ഷെ എനിക്ക് 1 സൈഡ്, പക്ഷെ കുറച്ചുകൂടി താഴ്ച വേണമായിരുന്നു അല്ലേ? അല്ലല്ല, അത് കുഴപ്പമില്ല. എല്ലായിടത്തും ഇപ്പൊ കാണാൻ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് എന്റെ റൂം ഒരു ഹോട്ടൽ റൂം വൈബാക്കാൻ വേണ്ടി, കാരണം എനിക്ക് മോസ്റ്റ് ഓഫ് ഞാൻ അധികം ഹോട്ടൽ റൂമിലായിരുന്നു ഞങ്ങൾ ഞാനുണ്ടാവാറ്. ഓക്കെ, അപ്പം അതേ വൈബൊന്ന് റൂമാക്കിയാൽ നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ വയ്യാത്തൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. സോ ഇത് തെറ്റിയത് ഇത്തിരി താഴ്ചയിലാണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ അവിടെയും ഇതും നന്നായിട്ടോ, അതിനും ഗോൾഡ് പ്ലേറ്റഡ് സാധനം ഉണ്ടായിരുന്നു. ഫുൾ ഒരു ഗോൾഡും വൈറ്റും തീമാണ് നമ്മളെ റൂം അല്ലേ? ഇത് കണ്ടില്ലേ, അത് കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും അല്ലറ ചില്ലറ സംഭവങ്ങൾ ഫ്രെയിംസ് അവിടെ ചെയ്യണം എന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു ആ കാലി സ്ഥലത്ത്. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ഇനിയിപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. കാരണം കല്യാണമാണ് ഇനി കല്യാണത്തിന്റെ ഇതിലാണ്. ഇനിയിപ്പോൾ നമുക്ക് മാറ്റല് കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പൊ ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഓളെ പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അടുത്ത് വരാൻ പോണത് കേട്ടോ. അതായത് ഓളെ വീട്ടിലേക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി കൊണ്ടുപോയത്. ശരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കല്യാണ ദിവസമാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം മാറ്റലിനും നടക്കുകയാണ്. സോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഈ സംഭവമൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതിന്റെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക അല്ലേ? അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കുക. ഒരുപാട് കിഡിലൻ വീഡിയോസ് വരുന്നതാണ്. നമ്മൾ ഒരുപാട് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ട്വിസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള എന്താ പറയാ പ്രാങ്ക്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടുകാർ ഓള് വന്നു കഴിഞ്ഞാലുള്ള അമ്മായിമ്മ പോരല്ലടാ പണികൾ, അതായത് കസിൻസ് കൊടുക്കുന്ന പണികളുണ്ട്, ഞാൻ കൊടുക്കുന്ന പണികളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ പിന്നെ ഫസ്റ്റ് നൈറ്റ്, ഹണിമൂണ്, എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും അടുത്തത് നമ്മളെ കല്യാണ തലേന്ന് പെട്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ ആണ്. അപ്പൊ അതിലേക്ക് അടുത്ത വീഡിയോ അതായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.